ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നന്ദുവിനൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക. പിന്നെ നമുക്ക് ചെറിയൊരു കേക്കും കൂടി ഉണ്ടാക്കണം. സാധാരണ ഞാൻ തലേന്ന് രാത്രി തന്നെ കേക്കൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പിന്നെ രാവിലെ തീരുമാനങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബാക്കി മൈദ, മുട്ട, അതുപോലെ ചെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ചെറി വാങ്ങാൻ വിട്ടുപോയി. അതുകൊണ്ട് നമുക്ക് സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ചെറി പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് ഇവരുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു അര ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. അതായത് 2 മുട്ടയ്ക്കുള്ള സാധനങ്ങൾ. അതിലേക്ക് ഒരു 2 സ്പൂണ് കൊക്കോ പൗഡർ, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ എക്സ്ട്രാ കാപ്പിപ്പൊടിയും കൂടി കൂട്ടാറുണ്ട്. നമ്മുടെ ബ്രൂ കോഫീൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുക. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല. പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കള്ളപ്പണിയും കൂടി എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ അടുത്തുള്ളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പാത്രം വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ആ പേപ്പർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ബട്ടർ പേപ്പർ ഇല്ലാത്തവരൊന്നും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉള്ളിൽ സാധാരണ ബട്ടറൊക്കെയാണ് പുരട്ടി കൊടുക്കാറ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ കേക്കൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം. 2 മുട്ട ഉപയോഗിച്ചിട്ട് 500 ഗ്രാമിലും താഴെ ആയിരിക്കും കേക്കിൻ്റെ വെയിറ്റ് വരിക. വളരെ കുറച്ച് അര ഗ്ലാസ് മൈദയും എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ആ ഒരു സ്മെല്ല് കുറയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഡാർക്ക് കളർ വാനില എസൻസ് ആണുള്ളത്. തൽക്കാലം ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര പൊടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പൊടിച്ച് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ പൊടിച്ചത്. അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് മൈദ, അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കണേ. അതിനിടയിൽ ഇവിടെ ഒരാൾ ഭയങ്കര കളിയാണ് കേട്ടോ. അവർ രണ്ടാൾ ഇനിയിപ്പം കുറച്ച് സമയത്തേക്ക് അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും പോവില്ല. എന്താണെന്ന് വെച്ചാൽ ആ ബീറ്റ് ചെയ്ത പാത്രം അവർക്ക് അങ്ങനെ നക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിന് കാത്തു നിൽക്കുകയാണ് രണ്ടാളും കൂടി. അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഞാൻ സാധാരണ വട്ടച്ചെമ്പിലാണ് കേക്ക് ഉണ്ടാക്കാറ്. ഓവനിൽ മാത്രമല്ല കേട്ടോ, നമുക്കിതുപോലെ ചെറിയ വട്ടച്ചെമ്പ്, അതുപോലെ ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ആശാന്മാർ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേക്ക് എന്താവുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. ഒരു വട്ടച്ചെമ്പും ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കേക്കിന് ഒരുപാട് വലിപ്പം തോന്നും, പക്ഷേ അത്രയും വലിപ്പം ഇല്ല കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടിട്ട് രണ്ടാക്കും എന്താ പറയുക, കൊതിയാവുന്നുണ്ട് നട്ടോ. സിദ്ധുട്ടൻ പറയുന്നത് ഒരു കഷ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചു. വൈകിട്ട് കേക്ക് കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിൽ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ പോയത്. കുറച്ച് ചെറിയും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് പോയും വന്ന് ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് ചെറിയൊരു പേടിയുണ്ട് നമുക്ക് 8ൻ്റെ പണി കിട്ടുമോ എന്നുള്ളത്. എന്നാലും നോക്കാം. നമ്മുടെ കേക്ക് ഏകദേശം ചൂട് തണിഞ്ഞിട്ടുണ്ട്. അത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇനി കട്ട് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടി അത് ചൂട് തണിയും കേട്ടോ. സ്പഞ്ചിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യട്ടോ, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ, കേക്ക് ഉണ്ടാക്കാത്തതായിട്ട് ആരുമില്ല അല്ലേ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ ഫ്രിഡ്ജിൽ കയറ്റണം. കറണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും നോക്കുക, വൈകിട്ടാകുമ്പോഴത്തേക്ക് സെറ്റ് ആവുമായിരിക്കും. ആദ്യമൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കളറ് ചേർക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ കളർ ഉപയോഗിക്കാറില്ല. ഏതൊരു മോഡൽ കേക്കാണെങ്കിലും ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ എൻ്റെ കേക്കിന് ഉണ്ടാവുക.
അങ്ങനെ ഞാൻ 2 പൗച്ചും കൂടി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റ് പേപ്പർ പിന്നെ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് അത് സെൻറ്റർ കയറിയിട്ട് ആ ഒരു 2 പൗച്ചും കൂടി അതിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബോക്സായിരുന്നു വാങ്ങി കൊടുത്തിരുന്നത്. പക്ഷേ അത് 2 ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് 3ൻ്റെ അന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ കുറേ ദിവസമായി പറയുന്നിട്ട് അതൊരു പൗച്ച് വാങ്ങി കൊടുക്കാൻ. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ പൗച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഗിഫ്റ്റ് ആക്കിയതാ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇട്ടേക്കുന്ന 2 ടീഷർട്ട് കണ്ടില്ലേ, അതും ഗിഫ്റ്റ് കിട്ടിയതാണേ. അവരുടെ വല്യച്ഛൻ്റെ മക്കൾ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. അവരുടെ സ്വന്തം ചേച്ചിയും ഏട്ടനും കേട്ടോ. എല്ലാ പ്രാവശ്യവും അവർ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യവും മുടങ്ങാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയൽവാസിത്താത്ത 2 പെൻസിലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും മക്കൾ രണ്ടാളും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ നന്ദുവിനെ വിഷ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഓക്കെ, ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.